3, 2, 1. Hello and good evening, everyone. Welcome to today's ATL Tinkerpreneur Bootcamp session with Dr. Prashant Nair, regional mentor of change, and today he'll be doing our regional language session in Malayalam. So, without any further ado, sir, over to you. Yeah, thank you, Varya. Thank you, Naba, and thank you, Devika, for supporting this initiative. I'll just play my slides. Is my slide visible? It's visible. Okay, thank you. Thank you. നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അത്തൽ ഇന്നോവേഷൻ മിഷന്റെ മെന്റേഴ്സിനും എൻ്റെ നമസ്കാരം. ഇത് എൻ്റെ രണ്ടാമത്തെ മലയാളം സെഷനാണ് ഈ ടിങ്കർപ്രനർ ബ്രൂട്ട് ക്യാമ്പിനെ പറ്റി. ആദ്യത്തെ സെഷനിൽ ഞാൻ ഈ ടിങ്കർപ്രനർ ബ്രൂട്ട് ക്യാമ്പിനെ പറ്റി മൊത്തമായിട്ടൊരു ധാരണ തന്നിരുന്നു. ഇന്ന് ആറാമത്തെയും ഏഴാമത്തെ ആഴ്ചയെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ പ്രശാന്ത് നായർ എന്നാണ്. ഞാൻ 3 വർഷമായിട്ട് അത്തൽ ഇന്നോവേഷൻ മിഷനായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു സന്നദ്ധ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ റീജിയണൽ മെന്റർ ഓഫ് ചേഞ്ച് ആയിട്ടാണ് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത്. എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്. ഞാൻ മലയാളിയാണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് എൻ്റെ സ്വദേശം. ഞാൻ ജോലി ചെയ്യുന്നത് ഭാരതത്തിലെ മികച്ച സ്വകാര്യ സർവകലാശാലയായ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ കോയമ്പത്തൂർ ക്യാമ്പസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ സെഷനിൽ, മലയാളത്തിലുള്ള സെഷനിൽ ഞാൻ മൊത്തമായിട്ടൊരു ധാരണ തന്നിരുന്നു. ATL ടിങ്കർപ്രനറിന്റെ 9 ആഴ്ചത്തെ പ്രോഗ്രാം. ഞാൻ വളരെ പെട്ടെന്ന് അതിനെപ്പറ്റി ഒരു സംസാരിക്കാം. നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ ഡിജിറ്റൽ സ്കിൽ, സാങ്കേതിക ശേഷികൾ പഠിച്ചു. ഏകദേശം 22 സാങ്കേതിക ശേഷികൾ, ഡിജിറ്റൽ സ്കിൽസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ നോക്കി, എന്തൊക്കെയാണെന്ന് നോക്കി. അതിൽ നിന്ന് നമ്മൾ 1, 2, 3 സമന്വയിച്ചിട്ട് നമ്മൾ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് രണ്ടാമത്തെ ആഴ്ചയിൽ ഉണ്ടാക്കി. ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ ആപ്പ് എടുത്തു, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ വെബ്സൈറ്റിൽ നമ്മൾ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആഡ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ഒരു QR കോഡ് ഉണ്ടാക്കി. ആ QR കോഡ് നമ്മുടെ ആപ്പിലോട്ട് നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ ചെയ്തു. മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ ആ ഡിജിറ്റൽ പ്രോഡക്റ്റിനെ പോളിഷ് ചെയ്തു, അതിനെ റിഫൈൻ ചെയ്തു. നമ്മൾ അതിന് പല പല ഫീച്ചേഴ്സ് ആഡ് ചെയ്തു, പല പല പ്രത്യേകതകൾ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ വളരെ നന്നായിട്ട് പോളിഷ് ചെയ്ത് എല്ലാവർക്കും ആകർഷിക്കാനുള്ള രീതിയിൽ നമ്മൾ ആ പ്രോഡക്റ്റിനെ മാറ്റി മറിച്ചു. അതാണ് നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിൽ ചെയ്തത്, റിഫൈനിങ് യുവർ ഡിജിറ്റൽ പ്രോഡക്റ്റ്. നാലാമത്തെ ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ ഒരു ബിസിനസ് മാതൃക ഉണ്ടാക്കി. നമ്മൾ ഉണ്ടാക്കുന്ന ആ ഡിജിറ്റൽ പ്രോഡക്റ്റിനെ എങ്ങനെ നമുക്ക് കച്ചവടം ചെയ്യാം, അതിനെ നമ്മൾ എങ്ങനെ വിൽക്കാം, അതിനെന്താണ് ആ ബിസിനസ് മാതൃക, ആരെയൊക്കെയാണ് നമ്മൾ വിൽക്കേണ്ടത്, ആരൊക്കെയാണ് നമ്മൾ ഉപഭോക്താവ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ആ നാലാമത്തെ ആഴ്ചയിൽ ചെയ്തത്. അഞ്ചാമത്തെ ആഴ്ചയിൽ നമ്മൾ നമ്മുടെ ആ ഡിജിറ്റൽ പ്രോഡക്റ്റിനെ പറ്റി ഒരു മാർക്കറ്റിംഗ് കൊളാറ്ററൽ, അതായത് നമ്മളൊരു പാംപ്ലെറ്റ് അല്ലെങ്കിൽ ഒരു ബ്രോഷർ, ഒരു ഫ്ലയർ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി. അതിനുവേണ്ടി നമ്മളൊരു നല്ല ലോഗോ കൊടുത്തു, അതിൻ്റെ ഒരു ടാഗ് ലൈൻ കൊടുത്തു, അതിൻ്റെ ഒരു ബ്രാൻഡ്, ഒരു പേര് കൊടുത്തു. അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് ഒരു ഫ്ലയറോ നമ്മൾ ഒരു പാംപ്ലെറ്റോ ഉണ്ടാക്കി. ആറാമത്തെ ആഴ്ചയും ഏഴാമത്തെ ആഴ്ചയും പറ്റി ഞാനിപ്പോൾ വിശദമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. ആറാമത്തെ ആഴ്ചയിൽ നമ്മൾ ഒരു ഓൺലൈൻ കട എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നു. ഏഴാമത്തെ ആഴ്ചയിൽ പൈസ, വരവും ചെലവും എങ്ങനെ നമ്മൾ കണക്ക് വെക്കുന്നു, അതിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കും. എട്ടാമത്തെ ആഴ്ചയിൽ നമ്മുടെ ഈ ഓൺലൈൻ കട തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അത് ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എട്ടാമത്തെ ആഴ്ച. ഒമ്പതാമത്തെ ആഴ്ചയിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഡിജിറ്റൽ പ്രോഡക്റ്റ്, ഇതിനെ നമ്മൾ എങ്ങനെ പിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ എങ്ങനെ ആകർഷിക്കും,
നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ ആകർഷിക്കുന്നു, പലർക്കും താല്പര്യം ഉണ്ടാവും ഈ ബിസിനസ്സിൽ സഹകരിക്കാൻ, അവരോട് എങ്ങനെ നമ്മൾ സംസാരിക്കുന്നു, എങ്ങനെ ഇതിനെ പിച്ച് ചെയ്യണം, സ്ഥാപിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് 9ാമത്തെ ആഴ്ച. അപ്പൊ ഇതാണ് മൊത്തം ടിങ്കർപ്രനറിന്റെ കഥ. ഇപ്പൊ നമ്മൾ 6ാമത്തെയും 7ാമത്തെ ആഴ്ചയും പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് ഇപ്പോൾ നോക്കാൻ പോവുകയാണ്. 6ാമത്തെ ആഴ്ചയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ കട, ഒരു ഓൺലൈൻ സ്റ്റോർ നമ്മൾ സെറ്റപ്പ് ചെയ്യും. ഈ ഓൺലൈൻ കട എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്ത് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ കടയിൽ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കും, നമ്മൾ പൈസ കൊടുക്കും. ഒരു പക്ഷെ പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നമ്മൾ അവിടെ സ്വൈപ്പ് ചെയ്യും, എന്നിട്ട് സാധനങ്ങൾ മേടിക്കും. ഇതർ കാശ് അവർ മേടിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ അവരുടെ അക്കൗണ്ടിലോട്ട് പോകും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഓൺലൈൻ കട, ഓൺലൈൻ സ്റ്റോർ നമ്മളിപ്പോൾ അതേമാതിരിയാണ്. നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ മേടിക്കുന്നു. നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസോ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നു. അതിന് നമ്മൾ കൊടുക്കുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും സെക്യൂരിറ്റി നോക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മളത് കൊടുക്കും. നമുക്ക് ആ സാധനം കുരിയറോ പോസ്റ്റോ സ്പീഡ് പോസ്റ്റിലോ വരും. എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ആ പേയ്മെന്റ് ഗേറ്റ്വേ എന്നാണ് അത് പറയുന്നത്, പേയ്മെന്റ് ഗേറ്റ്വേ വഴി ആ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലോട്ട് പോകുന്നു. ഇതാണ് നടക്കുന്നത്. ഇപ്പൊ ഓൺലൈൻ കടയും ഓൺലൈൻ കമ്പോളവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണ്. ഇപ്പോ ഓൺലൈൻ കമ്പോളങ്ങൾ എന്ന് പറഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ, പേടിഎം, സ്നാപ്ഡീൽ, മിന്ത്ര, ഇതൊക്കെ യാത്ര.com, ഇതൊക്കെ ഓൺലൈൻ കമ്പോളങ്ങൾ, മാർക്കറ്റ് പ്ലേസ് ആണ്. നമ്മളിപ്പോ സെറ്റപ്പ് ചെയ്യുന്ന ഒരു കമ്പോളമല്ല, ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് അല്ല, നമ്മളൊരു ഓൺലൈൻ കടയാണ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ സ്വദേശം തിരുവനന്തപുരമാണ്. എനിക്കിപ്പോ കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇൻഡിഗോ വെബ്സൈറ്റിലോട്ട് പോകാം. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഒരു എയർലൈൻ ആണ്. വളരെ ഭാരതത്തിൽ ഏറ്റവും കൂടുതലും ഫ്ലൈറ്റ് ഓടിക്കുന്ന എയർലൈൻ ഇൻഡിഗോ ആണ്. അപ്പൊ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഇപ്പൊ എനിക്ക് തിരുവനന്തപുരത്തിൽ നാട്ടിലോട്ട് പോകണമെങ്കിൽ ഞാൻ ഇൻഡിഗോന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എനിക്ക് നോക്കാം ഏത് ഇതാണ്. അപ്പൊ നേരിട്ടുള്ള ഫ്ലൈറ്റ് ഇല്ല. ഞാനിപ്പോ ചെന്നൈയോ അല്ലെങ്കിൽ കൊച്ചി വഴിയോ അതേ ഒരു വഴിയുള്ളൂ. ചെന്നൈയോ കൊച്ചിയോ ബാംഗ്ലൂർ വഴിയേ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് സിറ്റുവേഷൻ, വേറെ വഴിയില്ല. അപ്പൊ അത് ഈ ഇൻഡിഗോന്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ കടയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ കമ്പോളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതേ കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര.com-ലോട്ട് പോകാം, അല്ലെങ്കിൽ makeMyTrip.com-ലോട്ട് പോകാം. ഈ യാത്ര.com-ൽ ഞാൻ ഇടുന്നു എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം, എനിക്ക് ഞായറാഴ്ച പോകണം. അതിൽ എല്ലാ എയർലൈനിന്റെയും ഫ്ലൈറ്റുകൾ കാണിക്കും. ഇൻഡിഗോ കാണിക്കും, ഗോ എയർ കാണിക്കും, ജെറ്റ് കാണിക്കും, എയർ ഇന്ത്യ കാണിക്കും, വിസ്താര കാണിക്കും. അങ്ങനെ എല്ലാ എയർലൈനിന്റെയും ഇത്. അപ്പൊ എനിക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, എന്റെ സൗകര്യം അനുസരിച്ചിട്ട് എനിക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം രാത്രി ട്രാവൽ ചെയ്യാനാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് ഒരു കാര്യം ചെയ്യാം, കോയമ്പത്തൂരിൽ നിന്ന് എനിക്ക് ചെന്നൈയിൽ വിസ്താര ഫ്ലൈറ്റിൽ അതിരാവിലെ 3 മണിക്ക് പോവാം. ഞാനപ്പോ ചെന്നൈയിൽ ഒരു 4:30 അതിരാവിലെ എത്തും. പിന്നെ ചെന്നൈയിൽ നിന്ന് എനിക്ക് തിരുവനന്തപുരത്തേക്ക് 7:30 8 മണിക്ക് ഒരു ജെറ്റ് ഫ്ലൈറ്റ് ഉണ്ട്, എനിക്ക് അത് എടുത്തിട്ട് വരാം. അപ്പൊ എന്റെ സൗകര്യം അനുസരിച്ചിട്ട് എനിക്ക് പോവാം. അപ്പോൾ യാത്ര.com എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കമ്പോളമാണ്. ഇൻഡിഗോന്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ കടയാണ്. നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ കടയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഒരു ഓൺലൈൻ കടയും ഓൺലൈൻ കമ്പോളം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മുടെ ടിങ്കർപ്രനറിന്റെ പ്രോജക്റ്റ് എന്താണ്? നമ്മളൊരു ഓൺലൈൻ കട ഉണ്ടാക്കുക. ഓക്കെ, നമ്മളൊരു ഓൺലൈൻ കട ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണം? ഉദാഹരണത്തിന് നമ്മളിപ്പോ പല സാധനങ്ങൾ വിൽക്കുന്നു, നമ്മൾ പല പ്രോഡക്ട്സ് വിൽക്കുന്നു. അതിന്റെ പേരുകൾ എന്തൊക്കെയാണ് നമ്മൾ വിൽക്കുന്നത്? നമ്മൾ അതിന്റെ പേരുകൾ മാത്രമല്ല, അതിന്റെ നല്ല നല്ല ചിത്രങ്ങൾ, പിക്ചേഴ്സ്, നല്ല ചിത്രങ്ങൾ, വളരെ കാണാൻ നല്ല ഭംഗിയായ രീതിയിൽ അതിന്റെ ചിത്രങ്ങൾ വേണം. അതിനെപ്പറ്റി വളരെ ചുരുക്കത്തിൽ ഒരു റൈറ്റപ്പ് വേണം, ഒരു എഴുത്ത് വേണം.
ചുരുക്കം, വലിയ കഥയൊന്നും എഴുതാൻ പാടില്ല, വളരെ ചുരുക്കത്തിൽ ഇതൊക്കെയാണ് ഞാനിപ്പോ വിൽക്കാൻ പോകുന്നത്. ഒരു ആപ്പിൾ ഐഫോണാണ്. ഈ ആപ്പിൾ ഐഫോണിന് എന്താ പറയുന്നത്, ഇത്ര ബാറ്ററി ലൈഫ് ഉണ്ട്. ഈ ആപ്പിൾ ഐഫോണിന് 24 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. ഈ ആപ്പിൾ ഐഫോണിൽ സിറി ഉണ്ട്. ഇങ്ങനെ ഓരോ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് നമ്മൾ അതിനെ വളരെ വ്യക്തമായിട്ട് എഴുതും. എന്നിട്ട് ഇത് നമ്മൾ എത്ര രൂപയ്ക്കോ എത്ര ഡോളറിനാണ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ കടയിൽ ഇതെല്ലാം വേണം. നമ്മൾ വിൽക്കാൻ പോകുന്ന പ്രോഡക്റ്റുകളുടെ പേര്, അതിനെപ്പറ്റി ഒരു ചുരുക്കത്തിൽ ഒരു റൈറ്റപ്പ്, അതിൻ്റെ ഫോട്ടോസും പിക്ചേഴ്സും, നല്ല ചിത്രങ്ങൾ, അതിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, നമ്മൾ വിൽക്കാൻ പോകുന്ന സാധനത്തിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, നമ്മുടെ എതിരാളികൾക്ക് ഇല്ലാത്ത എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ആ ഓൺലൈൻ കടയിൽ ഇടേണ്ടത്. പിന്നെ എത്രയാണ് അത് വാങ്ങിക്കാനുള്ള, എത്ര പൈസ അത് വാങ്ങിക്കണം, അതിന്റെ കോസ്റ്റ്, അതിന്റെ എത്രയാണ് പൈസ കൊടുക്കണം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഡീൽസും കൊടുക്കാം. 3 എണ്ണം വാങ്ങിച്ചാൽ ഇത്ര പൈസ കുറവാണ്, 5 എണ്ണം വാങ്ങിച്ചാൽ 10 എണ്ണം വാങ്ങിച്ചാൽ 1 ഫ്രീ. ഇങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങൾ, പല ഇതുപോലത്തെ സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഓൺലൈൻ കടയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആ പ്രത്യേകതകൾ പറയാം. ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആപ്പിൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നത്. ആപ്പിൾ ഐഫോണിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടച്ച് സ്ക്രീനാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ്, ഒരു വളരെ പ്രധാനമായ ഒരു പ്രത്യേകതയാണ്. എല്ലാ മൊബൈൽ ഫോണിനും ടച്ച് സ്ക്രീൻ ഉണ്ടാവണമെന്നില്ല. എൻ്റെ ആപ്പിൾ ഐഫോണിന് 12 മെഗാ പിക്സ് ക്യാമറയുണ്ട്. 12 മെഗാ പിക്സ് ക്യാമറ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ റെസൊല്യൂഷൻ ആണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പത്രക്കാർ ഫോട്ടോ എടുക്കൂലേ, അത്ര ക്വാളിറ്റിയുള്ള ഫോട്ടോ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാ പ്രത്യേകതകളും, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള എല്ലാ പ്രത്യേകതകളും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട്, വളരെ ചുരുക്കത്തിൽ എഴുതുക. ഞാനിപ്പോൾ ആപ്പിൾ ഐഫോൺ വിൽക്കാൻ പോകുന്നു. എൻ്റെ ആപ്പിൾ ഐഫോണിന് ഇത്ര മണിക്കൂർ ബാറ്ററി ലൈഫ് ഉണ്ട്, എൻ്റെ ആപ്പിൾ ഐഫോണിന് ടച്ച് സ്ക്രീൻ ഉണ്ട്, എൻ്റെ ആപ്പിൾ ഐഫോണിന് 2 ക്യാമറയുണ്ട്. ഒരു ക്യാമറയിൽ 24 മെഗാ പിക്സൽ ക്യാമറയാണ്, ഹൈ റെസൊല്യൂഷൻ ക്യാമറയുണ്ട്. എൻ്റെ ആപ്പിൾ ഐഫോണിൽ ടോർച്ച് ഉണ്ട്, ഇത്ര ലൂമനുള്ള ടോർച്ച് ഉണ്ട്. പിന്നെ എല്ലാ ആയിരക്കണക്കിന് ആപ്പുകളുണ്ട്. ഇങ്ങനെ എല്ലാ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള പ്രത്യേകതകൾ നമ്മൾ എഴുതുക. നമ്മുടെ ആ ഓൺലൈൻ കടയിൽ, ആ വെബ്സൈറ്റിൽ എല്ലാം എഴുതുക. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ആൾക്കാർ വാങ്ങാൻ പോകുന്നത്. അതിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, നമ്മുടെ പ്രോഡക്റ്റിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, മറ്റുള്ളവരുടെ ഇതിൽ ഇല്ലാത്തത്, അതിനെ പറ്റിയാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ കടയിൽ അങ്ങനെ വേണം. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് എങ്ങനെ നമ്മൾ വിൽക്കും, എന്ത് വിലയ്ക്ക് നമ്മൾ വിൽക്കും. അപ്പൊ ഇതിന് പല രീതികളും കൊണ്ട് ചിന്തിക്കാൻ. നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ലാഭം വേണം, കുറച്ച് പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം. നമുക്ക് നഷ്ടത്തിൽ നമുക്കൊന്നും വിൽക്കാൻ പറ്റില്ല. മാത്രമല്ല, നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ നമുക്ക് ചെലവായ പൈസ തിരിച്ചു കിട്ടും, അല്ലേ? ലാഭമില്ലാതെ നമുക്ക് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല. കച്ചവടത്തില് എന്ത് കച്ചവടമാണെങ്കിലും അതിൽ ലാഭമില്ലെങ്കിൽ കച്ചവടത്തിന്റെ പരാജയമാണ്. ഏത് കച്ചവടത്തിലും ഏത് ബിസിനസ്സിലും നമുക്ക് ലാഭം വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ വില നിശ്ചയിക്കേണ്ടത്, ആ സെല്ലിംഗ് പ്രൈസ്, ആ വില, അതിന്റെ വില എങ്ങനെ നിശ്ചയിക്കണം? ഇപ്പോ വില നിശ്ചയിക്കാൻ വളരെ സിമ്പിൾ ഫോർമുലയാണ്. നമുക്ക് എത്ര ചെലവായി അത് ഉണ്ടാക്കാൻ, അതാണ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്. നമുക്ക് അത് എത്ര പൈസ ചെലവായി ഉണ്ടാക്കാൻ, അതിൻ്റെ കൂടെ നമ്മുടെ ലാഭം ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റും. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഇതിലുണ്ട്. അതെന്താ വെച്ചാൽ, ഈ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്, ഇത് ഉൽപാദനത്തിന്റെ ഉൽപ്പാദിക്കാനുള്ള എത്ര ഇതായി, അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോ നമ്മളൊരു സാധനം ഉണ്ടാക്കി, അതിന്റെ ഉൽപാദനം, അതിന്റെ മാനുഫാക്ചറിങ്, ആ ഉൽപാദനത്തിന് നമുക്ക് ചെലവുണ്ടായി. മാൻ പവർ, ലേബർ, ആൾക്കാർ മണിക്കൂറോളം അതിൽ ജോലി ചെയ്തു, അതിന്റെ കോസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ അതിന് പരസ്യം കൊടുത്തു, അതിനും നമുക്ക് ചെലവുണ്ട്.
പിന്നെ നമ്മൾ അത് കൊടുത്തു, നമ്മളൊരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കടയിലോട്ട് എത്തിക്കുകയാണ്. കടയിൽ എത്തിക്കാൻ നമുക്ക് പാക്ക് ചെയ്യണം, അത് ലോറിയിലോട്ട് കയറ്റണം, ലോറി വഴി അത് അവിടെ എത്തിക്കാം. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ചെലവുണ്ട്. ഉൽപാദനം, മാനുഫാക്ചറിങ്ങിന് ചെലവുണ്ട്. ജോലിക്കാർ, ലേബർ, വർക്കർ, അതിന് ചെലവുണ്ട്. ജോലിക്കാർ ചെയ്യണമല്ലോ, പണിയെടുക്കണമല്ലോ, പണിയെടുക്കാനും ജോലിക്കാർ വേണം, ആ ജോലിക്കാരുടെ ചെലവുണ്ട്. പരസ്യം ചെയ്യാൻ, പരസ്യം ഇപ്പൊ ന്യൂസ് പേപ്പറിൽ ചെയ്യാം, ടിവിയിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, പരസ്യത്തിന് ചെലവുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, ഇത് എത്തിക്കാൻ, കടകളിലോട്ട് എത്തിക്കാൻ, കമ്പോളങ്ങളിലോട്ട് എത്തിക്കാനും നമുക്ക് ചെലവുണ്ട്. നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നമ്മളൊരു സാധനം എടുത്തു, അത് പാക്ക് ചെയ്യണം, നന്നായിട്ട് പാക്ക് ചെയ്യണം, അതിന് എന്താ പറയുന്നത്, കാർട്ടണിലാക്കണം, അതിന് നല്ല പാക്ക് ചെയ്യണം, സേഫ്റ്റി ഇടണം, ലോറിയിലോട്ട് കയറ്റണം, ലോറിയിൽ നിന്ന് ഒരാള് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ഉണ്ടല്ലോ, തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ചെലവുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മളൊരു കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അതിന്റെ വില നിശ്ചയിക്കാൻ വേണ്ടി ആ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റിന് ഇതെല്ലാം എടുക്കണം. പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഈ ലാഭം ആഡ് ചെയ്യണം. ഇപ്പോ ഞാൻ പറഞ്ഞത് ഒരു സാധാരണ കാര്യം, നമ്മളൊരു ഐഫോൺ ഉണ്ടാക്കുന്നത് നമുക്കറിയാം, ഇത്രത്തോളം ഉൽപാദനത്തിന് ചെലവായി, മാനുഫാക്ചറിങ് ഇത്ര ചെലവായി, ഇത്രയും ലേബർ, ഇത്രയും ജോലിക്കാർ അതിൽ പണിയെടുത്തു, ഇത്രയും പരസ്യം ചെയ്തു, ഇത്രയും നമ്മൾ എന്താ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ അതിനെ കടയിലോട്ട് എത്തിക്കാനുള്ള ചെലവ്. ഇപ്പൊ നമ്മളൊരു ഓൺലൈൻ പ്രോഡക്റ്റ് എടുത്താൽ എങ്ങനെ ഇരിക്കും? ഐഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് ആണ്, അല്ലെ? ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന് ചെലവ് എടുക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? അത് വളരെ സിമ്പിൾ ആണ്. ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യണം, നമ്മൾ സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാം ചെയ്യണം, നമ്മൾ അതിനെ കോഡിങ് ചെയ്യണം, ഇത്ര മണിക്കൂർ നമ്മൾ ചെലവാക്കി. ഇപ്പൊ നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം, ഈ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെ മാസ്ക് ഇടുന്നുണ്ട്, ആരൊക്കെ മാസ്ക് ഇടുന്നില്ല. അങ്ങനെ നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യും. അത് ഉണ്ടാക്കാൻ അതിന്റെ സോഫ്റ്റ്വെയർ എഴുതാനും കോഡ് ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും ഏകദേശം 30 മണിക്കൂർ എടുത്തു. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ 30 മണിക്കൂർ എടുത്തു ആ ആപ്പിന്റെ സോഫ്റ്റ്വെയർ എഴുതാൻ വേണ്ടി. അപ്പോൾ അതിന്റെ എഫേർട്ട് 30 മണിക്കൂർ ഇൻടു സേ 1000 rupees, 30,000 രൂപ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മളിപ്പോ സോഫ്റ്റ്വെയർ എഴുതുന്നു, നമുക്കിപ്പോ സോഫ്റ്റ്വെയർ എഴുതാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വാങ്ങിക്കേണ്ടി വരുന്നു, അല്ലേ? ഞാനിപ്പോ ഉപയോഗിക്കുന്നത് പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. ഞാൻ ഈ പവർ പോയിന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പവർ പോയിന്റ് അല്ല, MS ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ചെലവുണ്ട്, ഇല്ലേ? ഞാനപ്പോ എനിക്ക് ആ ചെലവുണ്ട് ആ മൈക്രോസോഫ്റ്റ് ഓഫീസ് വാങ്ങിക്കാൻ. അതാണ് സോഫ്റ്റ്വെയർ ലൈസൻസിങ്. പിന്നെ എനിക്ക് ഒരു സെർവർ ഉണ്ട്, എനിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്റ്റോർ ചെയ്യാൻ ഒരു സ്പേസോ ഒരു സെർവറോ വേണം, അതിന് ഞാൻ ചെലവാക്കുന്നു പൈസ. ഞാൻ ഓഫീസിൽ പ്രിന്റ് ഔട്ട് എടുക്കാൻ പേപ്പർ വാങ്ങിക്കുന്നു, കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു, ഞാൻ പ്രിന്റർ വാങ്ങിക്കുന്നു, പിന്നെ എൻ്റെ സെക്രട്ടറി എനിക്ക് സഹായം ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, പിന്നെ ഞാൻ പരസ്യം കൊടുക്കുന്നു, ഇതിനെല്ലാം ചെലവുണ്ടല്ലോ. അപ്പോൾ ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് ആവുമ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കും. മറ്റേ സാധാരണ ഒരു ഐഫോണിന്റെ ചെലവ് എടുക്കുന്ന പോലെ, അതായത് ഉൽപാദനം, ജോലിക്കാരുടെ സമയം, പരസ്യപ്പെടുത്തൽ, ഡിസ്ട്രിബ്യൂഷൻ, കടയിലോട്ട് എത്തിക്കണം. അതേപോലെ ഒരു ഓൺലൈൻ പ്രോഡക്റ്റിൽ നമുക്ക് ചെലവുകളുണ്ട്. ഈ ചെലവുകൾ എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ജോലി സമയം, ചിലപ്പോൾ അവർ ഞാൻ പറഞ്ഞ പോലെ 30 ദിവസം 5 മണിക്കൂർ വെച്ച് ജോലി ചെയ്യും, 150 മണിക്കൂർ ജോലി ചെയ്യും, 150 ഇൻറ്റു 1000, അപ്പോൾ 1,50,000 രൂപയാണ് എഫേർട്ട് അതിന്റെ കോസ്റ്റ്, ജോലിയുടെ കോസ്റ്റ്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ, ഇപ്പോ ഇതിനാണ് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇപ്പോ നമ്മളൊരു സാധനം വിൽക്കുന്നു, നമുക്കൊരു കോസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു. ഈ കോസ്റ്റ് ഇപ്പൊ മൊത്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളൊരു സോഫ്റ്റ്വെയർ വാങ്ങിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഒരു സോഫ്റ്റ്വെയർ ഓഫീസും ഞാൻ വാങ്ങിച്ചു. എനിക്കതിന് 10,000 രൂപയായി. ഞാനൊരു കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് വാങ്ങിച്ചു, ഇൻസ്റ്റാൾ ചെയ്തു, അതിൽ വിൻഡോസും ഇൻസ്റ്റാൾ ചെയ്തു, എല്ലാം കൂടെ എനിക്ക് 10,000 രൂപയായി.
ഈ 10,000 രൂപ എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും തിരിച്ചു കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോ ഞാനൊരു ഓൺലൈൻ പ്രോഡക്റ്റ് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തു. ഈ ഓൺലൈൻ പ്രോഡക്റ്റിന് എനിക്ക് 150 മണിക്കൂർ ജോലി വന്നു. 150 മണിക്കൂറോളം എനിക്ക് കൂലി വന്നു. 150 മണിക്കൂറിന്റെ കൂലി കൊടുക്കണം. 150 മണിക്കൂറിന്റെ കൂലി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിന് 1000 രൂപ, അത് ഒരു അപ്രോക്സിമേറ്റ് ഇടുക. അപ്പൊ 1,50,000 രൂപ എനിക്ക് ചെലവായി. കൂലി, ആൾക്കാരുടെ കൂലി, സോഫ്റ്റ്വെയർ എഴുതുന്ന ആൾക്കാരുടെ കൂലി. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസും വിൻഡോസുമാണ്. എനിക്ക് ഈ കമ്പ്യൂട്ടറിൽ ലൈസൻസ് ഇടാൻ വേണ്ടി 10,000 രൂപ എനിക്ക് ചെലവായി. ഈ മൊത്തം 10,000 എനിക്ക് ഈ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ 10,000 രൂപ, ശരി, 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഞാനൊരു 100 പ്രോജക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് ഞാനൊരു 100 പ്രോജക്റ്റ് ചെയ്താൽ എല്ലാ പ്രോജക്റ്റിലും അതിന്റെ ഒരു ചെറിയൊരു ഭാഗം എനിക്ക് ആഡ് ചെയ്യും. അപ്പൊ എനിക്ക് വിൻഡോസ് വാങ്ങിക്കാൻ 10,000 രൂപയായി. ഇന്ന് ഞാനിപ്പോ ഒരു പ്രോജക്റ്റ് ഒരാൾക്ക് ചെയ്തു കൊടുത്തു. അതിന് 150 മണിക്കൂർ ജോലി ഉണ്ടായി. 150 മണിക്കൂറിന്റെ കൂലി എന്ന് പറഞ്ഞാൽ 150 ഇൻറ്റു 1000, 1,50,000 രൂപ. ഈ 1,50,000 ഈ മൈക്രോസോഫ്റ്റിന്റെ 10,000 ഒരു ഭാഗം ഞാൻ ആഡ് ചെയ്യും. ഞാൻ തീരുമാനിക്കുന്നു, ശരി, ഒരു കാര്യം ചെയ്യാം, 10 പ്രോജക്റ്റ് കൊണ്ട് എനിക്ക് ഈ മൈക്രോസോഫ്റ്റ് വേർഡും മൈക്രോസോഫ്റ്റ് ഓഫീസും വിൻഡോസിന്റെയും പൈസ 10 പ്രോജക്റ്റിൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എനിക്ക് മേടിക്കാം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഈ 1,50,000 ഞാൻ 10,000 ഒരു 1000 രൂപ അതിലോട്ട് ആഡ് ചെയ്യും. മനസ്സിലായില്ലേ? കാരണം എന്തായാലും ഞാൻ ഉപയോഗിക്കുന്ന ഈ മൈക്രോസോഫ്റ്റ് ഓഫീസും ഞാൻ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് വിൻഡോസും എന്റെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നുണ്ട്. എനിക്ക് നാളത്തെ പ്രോജക്റ്റിനും ഉപയോഗിക്കാം, മറ്റന്നാളത്തെ പ്രോജക്റ്റിനും ഉപയോഗിക്കാം, അടുത്ത വർഷത്തെ പ്രോജക്റ്റിനും ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ ഒരു ഭാഗം ഞാൻ ഇതിന്റെ കോസ്റ്റിലോട്ട് ആഡ് ചെയ്യും. അപ്പൊ 10,000 എനിക്ക് ചെലവായി, പക്ഷെ ഇത് ഉള്ള കാലവും ഉണ്ടാവും. ആ 10,000 ഒരു 1000 രൂപ ഞാൻ മറ്റേ ഇപ്പൊ കൊടുത്ത 150 മണിക്കൂറിന്റെ പ്രോജക്റ്റിലോട്ട് ആഡ് ചെയ്യും. അതേപോലെ ഞാൻ സെർവർ വാങ്ങിച്ചു, 50,000 രൂപയ്ക്ക് സെർവർ വാങ്ങിച്ചു. ഈ 50,000 രൂപയുടെ സെർവറിന് ഞാനൊരു 5,000 രൂപ സെർവറിന്റെ കോസ്റ്റ്. അപ്പൊ 10 പ്രോജക്റ്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 5,000 രൂപ ഞാൻ ഈ പ്രോജക്റ്റിലോട്ട് ആഡ് ചെയ്യും. ഇതിന്റെ പ്രോസസ്സാണ് അമോർട്ടൈസേഷൻ. അങ്ങനെയാണ് നമ്മൾ ഈ ഉൽപാദനത്തിന്റെ വില നിശ്ചയിക്കാൻ വേണ്ടി ഉൽപാദനത്തിന് എത്ര ചെലവായി എന്ന് നമ്മൾ കണ്ടുപിടിക്കും. മെയിൻലി നമ്മൾ എടുക്കുന്നത് ഇത് തന്നെയാണ്, ഞാൻ പറഞ്ഞ പോലെ എഫേർട്ട്. അതായത് ആൾക്കാർ ഓൺലൈൻ പ്രോജക്റ്റിന് എത്ര മണിക്കൂർ ജോലി ചെയ്തു, 150 മണിക്കൂർ ജോലി ചെയ്തു, 150 മണിക്കൂറിന്റെ കൂലി, ഒരു മണിക്കൂറിന് 1000 രൂപ, 1,50,000 രൂപ. ഇതാണ് മെയിൻ. പക്ഷെ ഇതിന്റെ കൂടെ കുറച്ച് എന്റെ സെർവറിന്റെ ആഡ് ചെയ്യണം, കുറച്ച് എന്റെ സോഫ്റ്റ്വെയറിന്റെ ആഡ് ചെയ്യണം. അപ്പൊ 10,000 രൂപയുടെ മൈക്രോസോഫ്റ്റ് ലൈസൻസ് ഫോർ വിൻഡോസ് ആൻഡ് ഓഫീസിന്റെ 10,000 ഒരു 1000 ഞാൻ എടുത്തിട്ട് ഈ പ്രോജക്റ്റിന്റെ കോസ്റ്റിലോട്ട് ആഡ് ചെയ്യും. സെർവറിന്റെ 50,000 5,000 രൂപ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്, ഉൽപാദനത്തിന്റെ വില നിശ്ചയിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ലാഭവും ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ വില നിശ്ചയിക്കുന്നത്. മനസ്സിലായില്ലേ? വളരെ 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 സിമ്പിളാണ് ഈ പ്രോസസ്സ്. ഞാൻ പറഞ്ഞ പോലെ ഈ സെർവറിന്റെ 50,000 രൂപ സ്പ്ലിറ്റ് ചെയ്ത് 10 പ്രോജക്റ്റ് ആയിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് പോകുന്നതാണ് അമോർട്ടൈസേഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വില നിശ്ചയിക്കുമ്പോൾ നമ്മൾ ഈ അമോർട്ടൈസേഷൻ ചെയ്യണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വരവും ചെലവും കിട്ടും. ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പല പല രീതികളുണ്ട് ഈ പ്രൈസിങ് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ പറഞ്ഞത് സാധാരണ ചെയ്യുന്ന വില നിശ്ചയിക്കലാണ്. ചിലപ്പോൾ നമുക്ക് അതൊന്നും പറ്റില്ല. ഞാൻ ഏകദേശം 1.5 വർഷം അമേരിക്കയിൽ ജീവിച്ചിട്ടുണ്ട്. സാൻ ഫ്രാൻസിസ്കോ, സാൻ ഡിയേഗോയിലൊക്കെ ഞാൻ ജോലി ചെയ്തിരുന്നു കുറച്ചു കാലം, 1.5 വർഷം. ഏത് സ്ഥലത്ത് പോയാലും, നമ്മളിപ്പോ സാൻ ഡിയേഗോയിൽ ഒരു കൊക്കക്കോള വാങ്ങിച്ചാലും, ഞാൻ കോയമ്പത്തൂരിൽ ഒരു കൊക്കക്കോള വാങ്ങിച്ചാലും,
ഞാൻ കൊക്കക്കോളയും പെപ്സിയും ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ഞാനിപ്പോൾ അമേരിക്കയിൽ സാന്റിയേഗോയിൽ ഒരു കൊക്കക്കോളയും പെപ്സിയും വാങ്ങിച്ചാലും ഇവിടെ കോയമ്പത്തൂരിലോ തിരുവനന്തപുരത്തോ വീട്ടിൽ വരുമ്പോൾ ഞാനൊരു കൊക്കക്കോളയും പെപ്സിയും വാങ്ങിച്ചാലും അതിന്റെ വില ഏകദേശം അടുത്തടുത്ത് വരും, അല്ലേ? ശരിയല്ലേ? എവിടെ പോയാലും അതങ്ങനെയാണ്. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും കൊക്കക്കോളയുടെയും പെപ്സിയുടെയും വില ഏകദേശം അടുത്തടുത്തായിരിക്കും. അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതാണ് കോമ്പറ്റിറ്റീവ് പ്രൈസ്. നമ്മുടെ എതിരാളിയുടെ വില അനുസരിച്ചിട്ട് നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എതിരാളി അല്ലാതെ ആയിപ്പോകും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പൊ 12 രൂപ പെപ്സിക്ക് വാങ്ങിക്കുന്നു, കൊക്കക്കോളയ്ക്ക് 6 രൂപ വാങ്ങിക്കുന്ന. ആരും പെപ്സി വാങ്ങിക്കില്ല, എല്ലാവരും കൊക്കക്കോളയിലോട്ട് പോകും. അപ്പൊ ഇവര് തമ്മിലും ഒരു ധാരണയുണ്ട്. ശരി, ഞാൻ 12 ആക്കിയ നീ അത് 13 ആക്കും, അല്ലെങ്കിൽ 11.5 രൂപയാക്കും. അപ്പോൾ വലിയ വ്യത്യാസമുള്ള ഇത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് കോമ്പറ്റിറ്റീവ് പ്രൈസിങ്. നമ്മുടെ എതിരാളിയുടെ വില അനുസരിച്ചിട്ട് നമ്മളും മാറ്റും. പിന്നെ വേറൊരു ഇതുണ്ട്, വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. ഇപ്പൊ ഒരു ഉപഭോക്താവ്, ഒരു കൺസ്യൂമർ, ഒരു കസ്റ്റമർ, ഒരു ഉപഭോക്താവിന് അറിയാം ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചാൽ ഇത്ര രൂപയായിരിക്കും, ഇത് ആഡ് ചെയ്താൽ ഇത്ര രൂപയായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സാധാരണ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം, ഒരു ഫീച്ചറും ഇല്ലാതെ, അതിന് നമുക്കറിയാം ഒരു 2000 രൂപയായിരിക്കും. ആ ഫോണിൽ നമുക്കൊരു സിമ്പിൾ ക്യാമറ വേണം. ഉപഭോക്താവിന് അറിയാം ഒരു സിമ്പിൾ ക്യാമറയുള്ള ഒരു മൊബൈൽ ഫോണിന് 4000-5000 രൂപയാണ്. ഒരു നല്ല സ്മാർട്ട് ഫോൺ വേണം, എന്നാൽ വളരെ കോസ്റ്റ്ലി ഇതൊന്നും വേണ്ട, സാധാരണ ഒരു സ്മാർട്ട് ഫോൺ ഒരു 12000 രൂപയാണ്. അപ്പൊ ഉപഭോക്താവിന് അറിയാം അത്. പിന്നെ നമുക്കൊരു ഐഫോൺ വാങ്ങിക്കണമെങ്കിൽ അതിന് 60,000 രൂപ വരും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ മനസ്സിൽ ഒരു വിലയുണ്ട്. ആ മനസ്സിലെ വിലയുണ്ടല്ലോ, അതനുസരിച്ചിട്ട് നമ്മൾ പ്രൈസ്, നമ്മുടെ വില നിശ്ചയിക്കുക. അതാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. ഉപഭോക്താവിന്റെ മനസ്സിലുള്ള ആ ഒരു ഇത് നമ്മൾ കൊടുക്കുക. ചിലപ്പോൾ അതിൽ നമുക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ വില നിശ്ചയിക്കും. പിന്നെ ഉള്ളത് പ്രൈസ് സ്കിമ്മിങ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം പുതിയതായിട്ട് മാർക്കറ്റിൽ വരിക, നമുക്ക് ആരും എതിരാളികളില്ല, ആർക്കും കോമ്പറ്റീഷൻ ഇല്ല, ആദ്യമായിട്ടാണ് നമ്മളൊരു സാധനം മാർക്കറ്റിൽ ഇറക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു പുതുമയുണ്ട്. ഈ പുതുമ ഉണ്ടോണ്ട് നമുക്കൊരു നല്ലൊരു വില നിശ്ചയിക്കാം, വളരെ കൂടുതലായ ഒരു വില നിശ്ചയിക്കാം. ആൾക്കാരെല്ലാം വാങ്ങിക്കും, കാരണം ഒരു പുതുമയുണ്ട്. ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 15 വർഷം മുമ്പ് ഒരു മൊബൈൽ ഫോൺ, ആദ്യത്തെ ഒരു ചെറിയൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ ആൾക്കാർ ഓടുകയായിരുന്നു, എങ്ങനെയെങ്കിലും അത് കിട്ടണം. അതിന് ആൾക്കാർ പൈസ ചെലവാക്കാൻ റെഡിയാണ്. ഒരു ആദ്യത്തെ ഐഫോൺ വന്നപ്പോൾ അടിയായിരുന്നു, എങ്ങനെയെങ്കിലും ആ സാധനം കിട്ടണം, എത്ര പൈസ ആയാലും സാരമില്ല. അപ്പൊ അവർ ആദ്യം വളരെ കൂടുതൽ വില നിശ്ചയിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ വില കുറച്ചുകൊണ്ടിരുന്നു. ഇതാണ് പ്രൈസ് സ്കിമ്മിങ്. അവസാനം പെനിട്രേഷൻ പ്രൈസ്. അത് നമ്മുടെ വളരെ നല്ല ഒരു ഉദാഹരണമുണ്ട്. ചൈനീസ് സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ. ചൈനീസ് കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞതാണ്, ഒന്നുമില്ല, അതിനൊരു വിലയില്ല. അതിന്റെ കാരണം എന്താണ്? നമ്മളത് വാങ്ങിക്കാൻ തുടങ്ങും. ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ 80% കൂടുതലും കളിപ്പാട്ടങ്ങൾ വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്നാണ് നമ്മുടെ കളിപ്പാട്ടങ്ങൾ വരുന്നത്, ടോയ്സ് വരുന്നത് എല്ലാം ചൈനയിൽ നിന്ന്. ഇന്ത്യക്കാർ കുറച്ചു പേരൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു, പക്ഷെ എന്ത് പറ്റി? അവരെല്ലാം ബിസിനസ്സിൽ നിന്ന് വെളിയിൽ പോയി. കാരണം എന്തായി? ഈ ചൈനീസ് ടോയ്സ്, ചൈനീസ് കളിപ്പാട്ടങ്ങൾ വന്നു, വളരെ വില കുറഞ്ഞ സാധനമാണ്. അപ്പൊ നമ്മളൊരു കളിപ്പാട്ടം 500 രൂപയ്ക്ക് വിൽക്കുന്നു, അവൻ അത് 100 രൂപയ്ക്ക് വിൽക്കുന്നു. ആരെങ്കിലും 500 രൂപയ്ക്ക് അതേ സാധനം വാങ്ങിക്കൂ? വാങ്ങിക്കില്ല. ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ എല്ലാം മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. പിന്നെ എന്ത് പറ്റി? കംപ്ലീറ്റ് മാർക്കറ്റിൽ ചൈനീസ് കളിപ്പാട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പയ്യെ അവര് അതിന്റെ വില കൂട്ടാനും തുടങ്ങി. അതാണ് പെനിട്രേഷൻ പ്രൈസ്. ആദ്യം വളരെ വില കുറയ്ക്കുക, ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങും, നിങ്ങളുടെ എതിരാളികളെ എല്ലാം തകർക്കുക. അവർ തകരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പയ്യെ കുറച്ചായിട്ട് നിങ്ങൾക്ക് വില കൂട്ടാം. ഇത് നന്നായിട്ട് എനിക്കറിയാം, കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കഴിഞ്ഞ മാസം നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഇത് ചെയ്ത ഒരു
ടോയ്ക്കത്തോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ടോയ്ക്കത്തോൺ എന്ന് പറഞ്ഞാൽ ഒരു ടോയ് ഹാക്കത്തോൺ. ഞാൻ അതിന്റെ ജഡ്ജായിരുന്നു. അപ്പൊ ഞാൻ ഇന്ത്യ ഒട്ടാകെ പല പല ഇതും കണ്ടിരുന്നു. അപ്പോൾ അതിൽ പലരും പറയാനുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ മാർക്കറ്റിൽ 80% കൂടുതലും ഈ ചൈനീസ് കളിപ്പാട്ടങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഒരു ശ്രമം എന്താന്ന് പറഞ്ഞാൽ ഈ ടോയ്ക്കത്തോണോടെ പല പല വിദ്യാർത്ഥികൾ കോളേജുകളിലും സ്കൂളുകളിലും, ചിലപ്പോൾ നിങ്ങളും കേട്ട് കാണും, പല സ്കൂളുകളിലും പല വിദ്യാർത്ഥികളും ഈ ടോയ്സ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ കളിപ്പാട്ടങ്ങൾക്ക് പരമാവധി സപ്പോർട്ട് കൊടുക്കുക, ഈ പിള്ളേരെ ഓൺട്രപ്രണേഴ്സ് ആയി തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ടാക്കട്ടെ എന്നുള്ളൊരു വലിയൊരു ഗവൺമെന്റ് പ്രോജക്റ്റാണ് ഈ ടോയ്സിന് വേണ്ടി. അപ്പൊ ഇതാണ് പല പല രീതികൾ, പ്രൈസ് ചെയ്യാനുള്ള രീതികൾ. ഇനിയും നിങ്ങൾ സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി, നിങ്ങളുടെ ഓൺലൈൻ കട തുടങ്ങി, ആൾക്കാർ നിങ്ങളുടെ ഓൺലൈൻ കടയിലോട്ട് വരാൻ തുടങ്ങി, സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി, വാങ്ങൽ കൊടുക്കൽ തുടങ്ങി കഴിഞ്ഞു. പലരും നിങ്ങൾക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങി. ഇനിയും പൈസ വരാൻ തുടങ്ങി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ വരവും ചെലവും കണക്കുകൾ വയ്ക്കാൻ പഠിക്കണം. ഇതാണ് 7ാമത്തെ ആഴ്ചയിലെ ടിങ്കർപ്രനർ. 6ാമത്തെ ആഴ്ചയിൽ എങ്ങനെ ഒരു ഓൺലൈൻ കട തുടങ്ങാം, എന്തൊക്കെ ചെയ്യാം. 7ാമത്തെ ആഴ്ചയിൽ എന്താണ്, എങ്ങനെ ആ വരവും ചെലവും വരുന്ന പൈസ അതിനെ എങ്ങനെ ആ കണക്കുകൾ വയ്ക്കാം. അതാണ് നമ്മുടെ ഈ 7ാമത്തെ ആഴ്ചയിൽ. ഇപ്പോൾ ഇതിൽ വളരെ മുഖ്യമായ ഒരു സാധനമുണ്ട്. ഒരു കച്ചവടം, ഒരു ബിസിനസ് നടത്താൻ ഏറ്റവും അത്യാവശ്യം പൈസ, ക്യാഷ്, പൈസ ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എവിടെയും എത്താതെ പോകും. ഇപ്പൊ നമുക്ക് വരവുണ്ട്, ചെലവുണ്ട്. ഈ മാസം കൂടുതൽ വരവ്, കുറവ് ചെലവ്. അടുത്ത മാസം കൂടുതൽ ചെലവ്, കുറച്ചു വരവ്. ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? അപ്പോ നമ്മൾ എങ്ങനെ ആ പൈസ, വരുന്ന ആ ക്യാഷ് നമ്മൾ എങ്ങനെ അതിനെ വിനിയോഗിക്കുന്നു, എത്ര നമ്മൾ വയ്ക്കുന്നു, എത്ര നമ്മൾ അതിനെ എങ്ങനെ അത് പ്ലാൻ ചെയ്യുന്നു. അതായത് ഈ മാസത്തിന് എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, 3 മാസത്തേക്ക് എങ്ങനെ അതിനെ വിനിയോഗിക്കുന്നു, 6 മാസത്തേക്ക് എങ്ങനെ അതിനെ വിനിയോഗിക്കുന്നു, 1 വർഷത്തേക്ക് എങ്ങനെ അതിനെ വിനിയോഗിക്കുന്നു. ഇതാണ് നമ്മൾ ഈ കണക്കും അക്കൗണ്ടിങ്ങിന്റെ രീതി. നമ്മളിപ്പോ ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് അക്കൗണ്ടിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെന്റിന്റെ, സർക്കാരിന്റെ നിയമമാണ്. നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും നമ്മൾ അതിന്റെ കണക്ക് കറക്റ്റായിട്ട് വെക്കും. ആ കണക്ക് മാത്രമല്ല, കണക്ക് മാത്രം വെച്ചാൽ മാത്രം പോലെ അതിനുള്ള പ്രമാണങ്ങളും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അത് ഗവൺമെന്റിന്റെ നിയമമാണ്, നമ്മുടെ നിയമമാണ്. അപ്പോ നമുക്കിപ്പോ ഓൺലൈൻ കടയിൽ പൈസ വരാൻ തുടങ്ങി, വരവുണ്ട്, ചെലവുണ്ട്. ഇതിനെ എങ്ങനെ നമ്മൾ സൂക്ഷിക്കുക, ഈ കണക്കുകൾ എങ്ങനെ സൂക്ഷിക്കുക, അതാണ് അക്കൗണ്ടിങ്. ഇത് ഏത് ബിസിനസ്സിനും വേണം. ചെറിയ ബിസിനസ്സിനും വേണം, ഏറ്റവും വലിയ ബിസിനസ്സായ ടാറ്റാസിന്റെ ബിസിനസ്സോ റിലയൻസ് ആണെങ്കിലും കണക്കുകൾ വെക്കണം. ഒരു ചെറിയ പെട്ടിക്കടയാണെങ്കിൽ പോലും നമ്മൾ കണക്കുകൾ വെക്കണം. അപ്പോൾ നമ്മൾ ഈ 7ാമത്തെ ആഴ്ചയിൽ എന്താ നോക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് എങ്ങനെ ഈ കണക്കുകൾ വെക്കാനുള്ള വളരെ ചെറിയ ചില സംഭവങ്ങൾ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പോ വരവുണ്ട്, ചെലവുണ്ട്. നമ്മുടെ കട തുടങ്ങി, നമ്മൾ വിൽക്കാൻ തുടങ്ങി, കൊടുക്കലുണ്ട്, വാങ്ങലുണ്ട്. നമ്മൾ കട തുടങ്ങി, സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി, നമുക്ക് പൈസ വരാൻ തുടങ്ങി. നമ്മൾ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പല സാധനങ്ങളും നമുക്ക് വാങ്ങിക്കണം. അപ്പൊ നമുക്ക് ചെലവും, നമുക്ക് പരസ്യം വെക്കണം, നമുക്ക് ഒരു ഓഫീസ് അസിസ്റ്റന്റിനെ വെക്കണം, നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം, നമുക്ക് ലോറി വേണം. ഇതിനെല്ലാം ചെലവുണ്ട്. അപ്പോൾ നമ്മുടെ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് വരവുമുണ്ട്, ചെലവുമുണ്ട്. ഈ കണക്കുകൾ എങ്ങനെ വെക്കും? നമ്മൾ എല്ലാത്തിനും നമ്മൾക്ക് പ്രമാണങ്ങൾ വേണം, ഡോക്യുമെന്റ്സ് വേണം. ബിസിനസ് ഡോക്യുമെന്റ്സ് വളരെ വളരെ അത്യാവശ്യമാണ്. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. പർച്ചേസ് ഓർഡർ, ഇൻവോയ്സ്, റിസിപ്റ്റ്, ഞാൻ അടുത്ത സ്ലൈഡ് അതിനെപ്പറ്റി പറയും. പക്ഷേ നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ
വരവും ചെലവും വരുമ്പോൾ നമുക്ക് പല പ്രമാണങ്ങൾ, ആധാരങ്ങൾ വെക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പൊരുളാണ്. അത് മാത്രമല്ല, നമ്മൾ എന്ത് വരവുണ്ടും നമ്മൾ എന്ത് ചെലവുണ്ടെങ്കിലും നമ്മൾ അതിനെ എഴുതി വെക്കണം. ഇപ്പൊ വേണമെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യാം. അതാണ് ജേർണൽ എന്ന് പറയുന്നത്, ജേർണലൈസിങ്. ഇതൊക്കെ കമ്പ്യൂട്ടറിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പേപ്പറും പേന എഴുതിയിട്ട് എഴുതാം. ലോറിക്കാരന് നിങ്ങൾ കണ്ടു കാണും നിങ്ങളുടെ വീട്ടിലൊക്കെ, നിങ്ങളുടെ അമ്മയോ അച്ഛനോ കണക്ക് എഴുതുന്നത്. വീടിനൊരു റിപ്പയർ ഉണ്ടായി, ലോറിക്കാരന് 1500 രൂപ, അട്ടിമറിക്കാര് മീൻസ് ഈ ലോഡിങ് അൺലോഡിംഗ്കാർക്ക് 1000 രൂപ, സിമെന്റിന് 2000 രൂപ നമ്മൾ എഴുതും. ആ ജേർണലൈസിങ്, അതാണ് ജേർണലൈസിങ്. അപ്പോൾ നമ്മൾ എന്ത് വരവുണ്ടെങ്കിലും എന്ത് ചെലവുണ്ടെങ്കിലും നമ്മൾ അതിനെപ്പറ്റി എഴുതി വയ്ക്കുക. അത് മാത്രമല്ല, ഈ വരവും ചെലവും നമുക്കത് എത്ര പൈസയായി, അതാണ് ലെഡ്ജർ. ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ്, വരവ് ചെലവ്, അതെ എന്തിന് ചെലവായി നമ്മൾ എഴുതുക, എന്താണ് അതിന്റെ ക്രെഡിറ്റും ഡെബിറ്റും, ചെലവും വരവും. ഇതെല്ലാം നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റും. എല്ലാ വരവും ചെലവും, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ നറേഷൻ, അതിന്റെ എന്തിനാണുള്ളതെന്ന് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു ടാലി എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എക്സൽ, ഈ മൈക്രോസോഫ്റ്റ് എക്സലിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇന്ന് എന്ത് ദിവസമാണ്? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഇത്ര പൈസ വന്നു, ഇത്ര ചെലവുണ്ടായി, ഇത്ര വരവുണ്ടായി. എന്തിനാണ് വരവുണ്ടായത്? വരവ് ഇങ്ങനെ വന്നു, ഇയാൾ ഒരു സാധനം വാങ്ങിച്ചു, ഇയാളൊരു സാധനം വാങ്ങിച്ചു, ഇയാളൊരു സാധനം വാങ്ങിച്ചു. ചെലവുണ്ടായി, ലോറിക്കാരന് ഇത്ര പൈസ കൊടുത്തു, ടാക്സിക്കാരന് ഇത്ര പൈസ കൊടുത്തു, ഇത്ര പ്രിന്ററിന്റെ പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി ഇത്ര പൈസ കൊടുത്തു. അങ്ങനെ ഓരോരോ ദിവസത്തെ നമുക്ക് അതിന്റെ ആധാരവും വേണം. ആധാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ബില്ലുകള്, റിസീപ്റ്റുകൾ, അതും വേണം. അത് മാത്രമല്ല, നമ്മൾ അതിന്റെ നറേഷൻ ഒരു ജേർണൽ പോലെ എഴുതുന്നു, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എഴുതുന്നു. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സർക്കാരിന്റെ നിയമമാണ്. നമ്മൾ ഏത് ബിസിനസ് ആണെങ്കിലും ഇത് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം അവർക്കിത് നോക്കിയിട്ട് വേണം ടാക്സ് ഒക്കെ എടുക്കാൻ. ഇത് മാത്രമല്ല, നമ്മൾ ഈ വരവ് വരുന്നു, ചെലവ് വരുന്നു, നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ലാഭമുണ്ടോ, നമുക്ക് നഷ്ടമുണ്ടോ, നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിന് നമുക്ക് ചില പട്ടികകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പല പട്ടികകളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം അതെന്തൊക്കെയാണ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു സാധനം വിൽക്കുന്നു, വേറൊരാൾ സാധനം വാങ്ങിക്കുന്നു. ഈ വാങ്ങിക്കുന്ന ആള് ആദ്യം റേസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. അപ്പൊ നമ്മുടെ അവൻ വാങ്ങിക്കാൻ പോവുക, അവൻ നമുക്കൊരു പർച്ചേസ് ഓർഡർ അയച്ചു തരും. ആ പർച്ചേസ് ഓർഡറിൽ എന്ത് കാണും? ആളുടെ പേര്, അല്ലെങ്കിൽ അയാളുടെ കമ്പനിയുടെ പേര്, അഡ്രസ്സ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതും ഇതുമൊക്കെ ചിലപ്പോൾ കുറെ സംഭവങ്ങൾ കാണും. എനിക്ക് ഈ സാധനങ്ങൾ വേണം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ കട നടത്തുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ, എനിക്ക് 10 ഐഫോൺ വേണം, എനിക്ക് 10 ഐഫോൺ ഈ മോഡൽ വേണം. അതിന് ഞാൻ ഓരോ ഐഫോണിന് ഇത്ര രൂപ വെച്ച് തരും. എനിക്ക് 50 ആപ്പിൾ വയേഴ്സ് വേണം, ഓരോ വയറിന് ഞാൻ ഇത്ര രൂപ വെച്ച് തരും. ഈ കാര്യങ്ങളൊക്കെ ഈ പർച്ചേസ് ഓർഡറിൽ നമ്മൾ എഴുതും. അത് മാത്രമല്ല, നമ്മൾക്ക് വേണമെങ്കിൽ എഴുതാം, ഇത് എനിക്ക് കിട്ടിയാൽ ഞാൻ 5 ദിവസത്തിനകം പൈസ തരാം, ഞാൻ ഈ പൈസ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഞാൻ ചെക്ക് തരാം. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഈ പർച്ചേസ് ഓർഡറിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് നടക്കുന്നു? ഒരാൾ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കാൻ വരുന്നു, അയാൾ എന്ത് ചെയ്യും? അയാൾ ഫസ്റ്റ് ഒരു പർച്ചേസ് ഓർഡർ നമുക്ക് അയക്കും. ഈ പർച്ചേസ് ഓർഡറിൽ അയാൾക്ക് എന്താണ് വാങ്ങിക്കാനുള്ളത്, എത്ര വാങ്ങിക്കാനുണ്ട്, അതിന് എന്ത് പൈസ തരും, ഓരോ യൂണിറ്റിന്, ഓരോ ഇതിന് എത്ര തരും, ആ സാധനം നമ്മുടെ കയ്യിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളാണ് വിൽക്കുന്നത്, നമ്മൾ അതിനു വേണ്ടി, ആ പർച്ചേസ് ഓർഡറിന് വേണ്ടി നമ്മൾ ഒരു ഇൻവോയ്സ് റേസ് ചെയ്യും. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബില്ലാണ്, ഒരു ബില്ലാണ്. നമ്മളൊരു ബില്ലിടുന്നു. നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് 10 ഐഫോൺ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വില ഇത്ര, അത് എഴുതും. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് 50 വയർ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഇത്രയാണ്, പക്ഷെ എനിക്ക് അതിൽ തരാൻ പറ്റില്ല, ഞാൻ കുറച്ച് മാറ്റിയിട്ട് കുറച്ച് വ്യത്യാസത്തോടെ ഈ പൈസയിൽ ഞാൻ
തരാം. നിങ്ങൾ ഒരു വയറിന് 100 രൂപ വെച്ച് നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് പറ്റില്ല, മുതലാവില്ല, എനിക്ക് 110 വേണം നിങ്ങൾ എഴുതി. എന്നിട്ട് ഈ ഇൻവോയ്സ് നമ്മൾ തിരിച്ച് വാങ്ങിക്കാൻ പോകുന്ന ആൾക്ക് അയച്ചു കൊടുക്കും. ഇതിൽ മറ്റേ കാര്യങ്ങളും കാണും. അതായത് ഈ ടോട്ടൽ എത്ര എമൗണ്ട് ആണ്, അത് എങ്ങനെ പൈസ തരണം, എത്ര ദിവസത്തിനകം പൈസ തരണം. ഇതിൽ വേണമെങ്കിൽ മാറ്റാം. നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് 5 ദിവസം കൊണ്ട് വേണം, എനിക്ക് പറ്റില്ല, എനിക്ക് 10 ദിവസം എടുക്കുന്നത് തരാൻ. ഇതൊക്കെ ഈ ഇൻവോയ്സ് തിരിച്ച് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ വാങ്ങിക്കാൻ വരുന്ന ആള് ആദ്യം ഒരു പർച്ചേസ് ഓർഡർ നമുക്ക് അയക്കും. അതേ കാര്യം നമ്മളൊരു ബില്ലോ ഇൻവോയ്സ് ആയിട്ട് നമ്മൾ തിരിച്ചയക്കും. അപ്പോ ഇതിൽ എന്താ നടക്കണമെന്ന് പറഞ്ഞാൽ ഒരു വാങ്ങലും കൊടുക്കലിന്റെ ആദ്യത്തെ ഒരു ധാരണയായി കഴിഞ്ഞു. പിന്നെ എന്ത് പറ്റുന്നു, നമ്മൾ ഐഫോൺ കൊടുക്കുന്നു, നമ്മൾ വയർ കൊടുക്കുന്നു, അവിടെ ഡെലിവർ ആയ ശേഷം അയാൾ നമുക്ക് പൈസ തരുന്നു. പൈസ ചിലപ്പോൾ ചെക്ക് ആയിട്ട് തരും, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് തരും. നമുക്കത് കിട്ടും. അത് കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു റിസീപ്റ്റ് കൊടുക്കും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയും, എനിക്ക് നിങ്ങളുടെ നിന്ന് ഒരു സാധനം വാങ്ങിക്കണം. അപ്പൊ ഞാൻ ഒരു പർച്ചേസ് ഓർഡർ നിങ്ങൾക്ക് അയക്കും. നിങ്ങളാണ് വിൽക്കുന്നത്. നിങ്ങൾ അതിന് ആ പർച്ചേസ് ഓർഡർ കിട്ടുമ്പോൾ എനിക്ക് തിരിച്ച് നിങ്ങളൊരു ഇൻവോയ്സ് അയക്കും. ആ ഇൻവോയ്സിൽ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡറിൽ അതേ കാര്യങ്ങളാണ്, ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യും. ശരി. അപ്പൊ ഇൻവോയ്സ് കിട്ടിയ ശേഷം നിങ്ങൾ സാധനങ്ങൾ എത്തിക്കുന്നു, പൈസ കൊടുക്കുന്നു, സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തുന്നു. കയ്യിലെത്തിയ ശേഷം പൈസ കിട്ടിയ ശേഷം നിങ്ങൾ വിൽക്കുന്ന ആള് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, ആധാരമാണ് എക്സ്പെൻസ് റിസീപ്റ്റ്. നിങ്ങളൊരു റിസീപ്റ്റ് കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ ബാങ്കിൽ വന്നു, ഇതിന്റെ റിസീപ്റ്റ് നിങ്ങൾക്ക് വേണം. ഈ പറയുന്ന പ്രമാണങ്ങളും ആധാരങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താന്ന് പറഞ്ഞാൽ ഈ വാങ്ങിക്കുന്ന ആളിനും കൊടുക്കുന്ന ആളിനും ഈ ഓഡിറ്റിംഗ് ചെയ്യണം, ടാക്സ് ഫയൽ ചെയ്യണം. അതിനൊക്കെ ഈ പർച്ചേസ് ഓർഡേഴ്സ്, ഈ ഇൻവോയ്സും ഈ റിസീപ്റ്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ അത്യാവശ്യമാണ് ഇതിനെല്ലാം. ഇനി ചില ആൾക്കാർ കടം പറയും. നമുക്കറിയാമല്ലോ, നമ്മളും കടം പറയാറുണ്ടല്ലോ, അല്ലെ? കടം പറയും ചില ആൾക്കാർ. കടം പറയുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ? പേയബിൾ ആൻഡ് റിസീവബിൾ. അപ്പോൾ ശരി, ഞാനൊരു ഐഫോൺ വാങ്ങിച്ചു. ശരി, ഞാൻ ഐഫോൺ വാങ്ങിച്ചു. 60,000 രൂപയാണ് ഐഫോൺ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 60,000 രൂപയില്ല. ഞാനിപ്പോൾ 20,000 രൂപ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഐഫോൺ എനിക്ക് താ. ബാക്കി 40,000 രൂപ ഞാൻ 8 മാസം കൊണ്ട് 5,000 രൂപ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരാം. ഇതൊരു കടം തന്നെയാണ്. അപ്പോൾ ഈ കടം ഞാൻ 60,000 രൂപയുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു. അതിന് ഞാൻ 20,000 രൂപ കൊടുത്തു. ബാക്കി 40,000 രൂപ ഞാൻ 8 മാസം കൊണ്ട് 5,000 രൂപ വെച്ചിട്ട് 8 മാസം കൊണ്ട് ഞാൻ കൊടുക്കുന്നു. അപ്പൊ എനിക്കത് പേയബിൾ ആണ് വാങ്ങിക്കുന്ന ആളിന്. വിൽക്കുന്ന ആളിന് അത് റിസീവബിൾ ആണ്. അതൊരു കടമാണ്. എനിക്കൊരു കടമാണത്. എനിക്കതൊരു കടമാണ്. ഞാനത് പേയബിൾ ആണ്. അയാൾക്കത് റിസീവബിൾ. അപ്പോൾ ഇതും ചിലപ്പോൾ നമ്മൾ കണക്കിലെടുക്കണം. എല്ലാവർക്കും അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ ഒന്നും കൊടുക്കാൻ പൈസ ചിലപ്പോൾ കാണില്ല. അപ്പൊ പലരും നമ്മുടെ ഈ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റിൽ പലപ്പോഴും ഈ പേയബിളും കാണും, റിസീവബിളുകളാണ്. പേയബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള പൈസയാണ്, ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. റിസീവബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള പൈസയാണ്. ഇത് എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിൽ കാണും. ഇത് എപ്പോഴും നമുക്ക് കാണാം. അതാണ് വരവും ചെലവും. റവന്യൂ എന്ന് പറഞ്ഞാൽ വരവ്, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ്. ഈ റവന്യൂ എക്സ്പെൻസ്, വരവും ചെലവും നമ്മൾ എങ്ങനെ വിവര പട്ടിക ഇടുന്നു, ഇതാണ് നമ്മളിപ്പോൾ അവസാനമായിട്ട് കാണാൻ പോകുന്നത്. 3 തരം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, വിവര പട്ടികകൾ 3 തരമുണ്ട്. ഒന്ന് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലളിതമാണ്. ഒരു ദിവസം എനിക്ക് എത്ര കാശ് ഇങ്ങോട്ട് വരുന്നു, ഒരു ദിവസം എനിക്ക് എത്ര കാശ് വെളിയിൽ പോകും, എത്ര വരവുണ്ട്, എത്ര ചെലവുണ്ട്. ആ ക്യാഷ് ഫ്ലോ നമുക്ക് ഓരോ ദിവസം എടുക്കാം, ഒരാഴ്ചത്തേക്ക് എടുക്കാം, ഒരു മാസത്തേക്ക് എടുക്കാം.
ഇന്ന് ചൊവ്വാഴ്ച എനിക്ക് 1000 രൂപ വന്നു, എനിക്ക് 500 രൂപ ചെലവായി. നാളെ 2000 വന്നു, 4000 ചെലവായി. അങ്ങനെ ഓരോ ദിവസം എത്ര കാശ് വന്നു, അത് റവന്യൂ, എത്ര കാശ് ചെലവായി, എക്സ്പെൻസ്, നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം എത്ര കാശ് വന്നു, എത്ര കാശ് പോയി. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരു വർഷത്തേക്ക് എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലാഭം എത്ര ലാഭമുണ്ട്, എത്ര നഷ്ടമുണ്ട്, അതറിയാൻ പറ്റും. കാരണം ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസങ്ങൾ, ശരിയല്ലേ? ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം. ഇന്നത്തെ ക്യാഷ് ഫ്ലോ എടുത്താൽ ഇത്ര പൈസ വന്നു, ഇത്ര പൈസ പോയി, ഇത്ര റവന്യൂ ഉണ്ട്, ഇത്ര എക്സ്പെൻസ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് എടുക്കാം, ഒരു മാസത്തേക്ക് എടുക്കാം. അത് ഒരു വർഷത്തേക്ക് നമ്മൾ എടുക്കുമ്പോൾ അതാണ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതിനെ വേണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറയാം, അല്ലെങ്കിൽ ലാഭനഷ്ട വിവര പട്ടിക അങ്ങനെയും പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഒരു വർഷത്തെ ക്യാഷ് ഫ്ലോ, ഒരു വർഷത്തെ വരവ്, ഒരു വർഷത്തെ ചെലവ്, അത് അതുകൊണ്ട് നമുക്ക് എത്ര ലാഭം കിട്ടി, എത്ര നഷ്ടമുണ്ടായി നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു വർഷത്തെ ക്യാഷ് ഫ്ലോ ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് മലയാളത്തിൽ പറഞ്ഞാൽ ലാഭം അല്ലെങ്കിൽ ലാഭം നഷ്ടത്തിന്റെ വിവര പട്ടിക. അവസാനത്തെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈ ക്യാഷ് ഫ്ലോ. ഇതൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓരോ ദിവസത്തേക്കോ, ഓരോ മാസത്തേക്കോ, ഓരോ ആഴ്ചത്തേക്ക് നമുക്ക് എടുക്കാം. എത്ര പൈസ കിട്ടി, എത്ര പൈസ ചെലവായി. ഇതേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരു വർഷത്തേക്ക് എടുക്കുന്നു. ടോട്ടൽ ഇയർലി റവന്യൂസ് മൈനസ് ടോട്ടൽ ഇയർലി എക്സ്പെൻസ്. ഒരു വർഷത്തെ വരവ് മൈനസ് ഒരു വർഷത്തെ ചെലവ്, അത് വരുമ്പോൾ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ആൻഡ് ലോസ്, എത്ര ലാഭം അല്ലെങ്കിൽ എത്ര നഷ്ടമുണ്ടായി, ഈ ലാഭം നഷ്ടത്തിന്റെ വിവര പട്ടികയാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അവസാനത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആധാരം എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റാണ്. ഇതും വളരെ സിമ്പിൾ ആണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ വരവും ചെലവിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ട്, ലയബിലിറ്റീസ്, പിന്നെ നമുക്ക് എന്തൊക്കെ സ്വത്തുണ്ട്. സ്വത്തെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്ഥലം ഉണ്ടാവാം, ബിൽഡിംഗ് ആവാം, കമ്പ്യൂട്ടർ ആവാം, അതൊക്കെ അസറ്റ്സ് എന്ന് പറയും. നമുക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്തെന്ന് വേണമെങ്കിൽ പറയാം. ഈ ബാലൻസ് ഷീറ്റിൽ നമുക്ക് എത്ര ഈ പറയുന്ന ലാഭം നഷ്ടത്തിന്റെ ആ വിവര പട്ടികയുടെ കൂടെ ഈ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ബാധ്യതകളും ഉണ്ടാവും, നമ്മുടെ സ്വത്തുകളും ഉണ്ടാവും. ഈ ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, അല്ല നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടായിരിക്കും ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. ആ സ്വത്തിന്റെ ഇത് നമ്മൾ തുടക്കത്തിൽ അത് ഇക്വിറ്റി എന്നും വേണമെങ്കിൽ പറയാം. നമ്മൾ ആദ്യം ഒരു കമ്പനി തുടങ്ങി, നമ്മൾ അതിലൊരു 10 ലക്ഷം രൂപ ചെലവാക്കി, അതിന് 10 ലക്ഷത്തിന്റെ എന്റെ ഷെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതും ആ ബാധ്യതകളും ആ സ്വത്തുകളും കൂടെ ചേർന്നിട്ടാണ് ബാലൻസ് ഷീറ്റ് വരുന്നത്. അപ്പോൾ ഏത് ബിസിനസ്സിനും ഈ 3 എണ്ണം അനിവാര്യമാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതായത് ഓരോരോ ദിവസം അല്ലെങ്കിൽ ഓരോരോ ആഴ്ചയിൽ, ഓരോരോ മാസത്തിൽ എത്ര പൈസ വരവും ചെലവും, എത്ര പൈസ വന്നു, എത്ര പൈസ പോയി. അതിന്റെ ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മലയാളത്തില് ലാഭവും നഷ്ടത്തിന്റെയും വിവര പട്ടിക. ഈ ലാഭം നഷ്ടം വിവര പട്ടികയിൽ കൂടെ അതിന്റെ കൂടെ നമ്മൾ ബാധ്യതകളും നമ്മുടെ സ്വത്തുക്കളും ആഡ് ചെയ്താൽ അത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി കാണും. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാര്യത്തിൽ, അസറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലമാവാം, എക്യുപ്മെന്റ് ആവാം, ബിൽഡിംഗ് ആവാം, ക്യാഷ് ആവാം, ബാങ്കിലുള്ള പൈസ ആവാം, എല്ലാം വരും. ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ള ബില്ലുകളാവാം, ലോൺ എടുത്തതാവാം, അങ്ങനെയെല്ലാം. അപ്പൊ ഇതാണ് 3 മേജർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതോടെയാണ് നമ്മുടെ 7ാമത്തെ ആഴ്ചയിലെ ടിങ്കർപ്രൂണർ അവസാനിക്കുന്നത്.
ഒന്നോ രണ്ടോ കാര്യങ്ങളോട് ഞാൻ സമാപിക്കുന്നു. ചില ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് എപ്പോഴും ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വേണം. നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ കൂടെ ഇത് കൂട്ടി കലർത്തരുത്. അത് വളരെ പ്രശ്നമാണ്. കാരണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, കുടുംബം നടത്താനുള്ള കാര്യങ്ങൾ, അതിനുള്ള വേറെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കണം. നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ അതിന് വേറൊരു ബാങ്ക് അക്കൗണ്ട് വേണം. ഇത് രണ്ടും ഇത് ചെയ്യരുത്, കുഴയ്ക്കരുത്. കൂട്ടിക്കുഴച്ച് കുളമാവുന്നു നമ്മൾ പറയില്ലേ മലയാളത്തിൽ, കൂട്ടിക്കുഴച്ച് കുളമാക്കരുത്. അപ്പൊ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് എപ്പോഴും നമ്മളൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വേണം. നമ്മുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് ഇത് തമ്മിൽ ഇത് വേണം. ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബിസിനസ്സിലോട്ട് പൈസ ഇടേണ്ടി വരും, അത് വേറെ കാര്യം, അതിന് നമുക്ക് കണക്ക് എഴുതാം. പക്ഷെ അത് രണ്ടും ഒരു അക്കൗണ്ടിൽ നിന്ന് ചെയ്യരുത്. പിന്നെ നമ്മൾ ബിസിനസ് തുടങ്ങുന്നു, നമ്മൾ പർച്ചേസ് ഓർഡർ നമുക്ക് കിട്ടുന്നു, നമ്മൾ അതിന് വേണ്ടി ഇൻവോയ്സ് അങ്ങോട്ട് കൊടുക്കുന്നു, ഇൻവോയ്സ് കിട്ടിയിട്ട് നമ്മൾ സാധനം എത്തിക്കുന്നു, അവർ പൈസ നമുക്ക് തരുന്നു, പിന്നെ നമ്മൾ അവർക്ക് റിസീപ്റ്റ് കൊടുക്കുന്നു. നമുക്ക് എന്ത് ബില്ലും ഇൻവോയ്സോ പർച്ചേസോ നമ്മൾ എല്ലാ ആധാരങ്ങളും സൂക്ഷിച്ചു വെക്കുക. കാരണം സർക്കാർ നിയമമാണ്, നമ്മൾ ഓഡിറ്റിങ്ങിന് പോകുമ്പോൾ ഈ ബില്ലുകളും ഈ പർച്ചേസ് ഓർഡറും ഈ റിസീപ്റ്റും എല്ലാം നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ആൾക്കാർക്ക് മെസ്സേജ് അയക്കണോ, ഈ ബില്ല് അയക്കണോ, ഇപ്പൊ എല്ലാം ഇന്റർനെറ്റോ വാട്സാപ്പോ വഴിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. പിന്നെ ആർക്ക് വേണമെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങുമ്പോഴും നമുക്ക് ഈ മൂന്ന് ഞാൻ പറഞ്ഞ ഈ പട്ടികകൾ, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ഈ പറയുന്ന വിവര പട്ടികകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ സിമ്പിൾ ആണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതോടെ ഞാൻ അവസാനിക്കുന്നു എൻ്റെ ടോക്ക്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. ദേവിക ഒന്ന് ചെക്ക് ചെയ്യോ? ക്യാൻ യു ജസ്റ്റ് ചെക്ക് ഈ യൂട്യൂബ് ഒന്ന് നോക്കൂ. യൂട്യൂബ് ചാറ്റിൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ഇടാം. യു ക്യാൻ പുട്ട് ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദി ചാറ്റ് ഇൻ ദ യൂട്യൂബ്. Devika, anything is there? No, sir, not yet. Okay. Anything to add, Devika? Since you're anything that to add? Any suggestions, Devika? എന്തെങ്കിലും ഉണ്ടോ ദേവിക? ഇല്ല സർ, ആക്ച്വലി സർ നല്ല സിമ്പിൾ ലാംഗ്വേജിലാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി. ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോഴും എനിക്ക് മനസ്സിലായി. അപ്പോൾ സർ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞുകൊണ്ട് ഐ തിങ്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. Varya, it seems there are no questions in the chat box. Probably most people will see the video later also, I guess, right? Yes, sir, absolutely. I think we can conclude the session for today. Thank you so much for doing it, and thank you, Devika, for supporting sir with this. I think doing these regional language sessions have really helped students understand these concepts better, and I'm very glad that we've been able to start with this. In the coming months, we'll do more of them, and I really look forward to it. Thank you everyone for joining in for today's session, and I will see you all tomorrow for our next session on social media marketing. Thank you and have a good day. Yeah, stay safe. Stay safe. Good night. Bye. Thank you. Thank you, Varya. Thank you, Devika. Thank you, Naba.